സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലസുനി പാലക് ഉണ്ടാക്കാം. സിമ്പിൾ റെസിപ്പിയാണ്. അതിന് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ സവാള മുറിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10 വെളുത്തുള്ളി മുറിച്ചത്, 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു തക്കാളി മുറിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ക്രീം, 1 ടീസ്പൂൺ ഗീ, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, 1 പിടി പാലക്കിൻ്റെ ഇലയും വേണം. പാലക്കിൻ്റെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. 1/4 ടീസ്പൂൺ കസ്തൂരി മേത്തി, 2 നുള്ളി ജീരകം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പാലക്കിൻ്റെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 2 ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല ഇട്ട് കഴിഞ്ഞാൽ അധിക നേരം തിളയ്ക്കാൻ പാടില്ല. ഇലയുടെ നിറം മാറിപ്പോകും. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് തിളച്ച ശേഷം ഐസ് വാട്ടറിലേക്ക് കോരിയിടാം. ഇത് സിമ്പിൾ റെസിപ്പിയാണ്. കഴിക്കാനും നല്ല സ്വാദാണ്. ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. പനീർ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കും. അപ്പോൾ അറിയാം അതിൻ്റെ സ്വാദ്. ഇത് ഐസ് വാട്ടറിൽ നിന്ന് എടുത്ത് ഒന്ന് പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കണം. അരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ഇല മാറ്റി വയ്ക്കണം. അത് മുറിച്ച് കറിയിൽ ഇട്ട് കൊടുക്കാനാണ്. പാനിലേക്ക് ഗീ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയാൽ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിൻ്റെയും പച്ചമണം മാറണം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിക്കാവുന്നതാണ്. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. കടലപ്പൊടി ഇട്ടതുകൊണ്ട് കട്ടി നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് കറി എത്ര അയഞ്ഞ അളവിൽ വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാലക്കിൻ്റെ ഇല ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ഇല മാറ്റി വെക്കണം എന്ന് പറഞ്ഞത്. ഇനി അരച്ച ഇല ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ചേർക്കാം. നമ്മൾ വിചാരിക്കും പനീറില്ലെങ്കിൽ എന്ത് സ്വാദ് എന്ന്. പക്ഷേ ഈ കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് അറിയും. ഇനി ഇതിലേക്ക് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പനീർ കൈവശമില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടാം. പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഗീ ചൂടാവുമ്പോൾ 1 നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം
ഒന്ന് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നിറം മാറി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിത് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.